ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരു നിമിഷം എടുക്കാം. ഞങ്ങൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന നമ്മുടെ മേശകളിലെ ഭക്ഷണം, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂരകൾ, നമ്മുടെ അരികിലുള്ള പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് ഈ അവസരത്തിന് നമുക്ക് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാം. അതിനാൽ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കരുതുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് കൂടുതൽ വിലമതിക്കാം. നമ്മൾ പകൽ മാത്രം നോമ്പ് എടുക്കുമ്പോൾ ഭക്ഷണമില്ലാത്തതിന്റെ കാരണത്താൽ ദിവസം മുഴുവൻ നോമ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരിച്ചു പോകുന്നവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് ആക്കാതെ സൂക്ഷിക്കുക. മറ്റുള്ളവരോട് പൊങ്ങച്ചം കാണിക്കാനോ സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യാനും വേണ്ടി ഒരുപാട് ആഹാരങ്ങൾ ഉണ്ടാക്കി പാഴാക്കരുത്. അത് റമദാനിൽ വലിയ പാപത്തിന് കാരണമാകും. ആവശ്യത്തിന് മാത്രം ആഹാരം ഉണ്ടാകുക. സഹായിക്കാൻ കഴിയുമെങ്കിൽ ഭക്ഷണം കിട്ടാത്തവരെ സഹായിക്കുക. അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ നന്ദിയും സഹാനുഭൂതിയും നിസ്വാർത്ഥതയും വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ യാത്രയിൽ അല്ലാഹു നമ്മെ നയിക്കുകയും നമ്മുടെ അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാനുള്ള വിവേകം നൽകുകയും ചെയ്യട്ടെ.